ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ, അവയുടെ പ്രധാന അർത്ഥങ്ങളും പ്രധാന ഉപയോഗങ്ങളുമാണ്. ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ബൈ എന്ന വാക്കിന്റെ പ്രധാന അർത്ഥങ്ങളും ഉപയോഗങ്ങളുമാണ്. ബൈ. ഇതിന് ഒത്തിരി ഉപയോഗങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. നമ്മൾ ഇന്ന് ഇതിന്റെ പ്രധാനപ്പെട്ട 4 ഉപയോഗങ്ങളാണ് കാണുന്നത്. ഇവിടെ അർത്ഥം നൽകിയിട്ടുണ്ട്. വഴി എന്ന് പറയുന്നത് റോഡ് എന്ന അർത്ഥത്തിലല്ല. നമ്മൾ ഈ ഉദാഹരണം കാണുമ്പോൾ മനസ്സിലാകും. അടുത്ത്, ഓടയിൽ, വാചകങ്ങളിലൂടെ നമുക്ക് ഇതിന്റെ ഉപയോഗം കാണാം. ഓക്കെ, ഒന്നാമത്തെ വാചകം നോക്കാം. ഐ സെൻഡ് എ ലെറ്റർ. ഞാൻ ഒരു എഴുത്ത് അയച്ചു. എങ്ങനെ അയച്ചു? പോസ്റ്റ് വഴി. നമ്മൾ അങ്ങനെ പറയില്ലേ, ഞാൻ പോസ്റ്റ് വഴി ഒരു എഴുത്ത് അയച്ചു. പോസ്റ്റ് ഓഫീസിലെ ലെറ്റർ ബോക്സിലിട്ട് നമ്മൾ അയക്കില്ലേ, ഐ സെൻഡ് എ ലെറ്റർ ബൈ പോസ്റ്റ്. പോസ്റ്റ് വഴി ഞാനൊരു ലെറ്റർ അയച്ചു. പോസ്റ്റ് വഴി ഞാനൊരു ലെറ്റർ അയച്ചു. ബൈ പോസ്റ്റ് എന്നാണ് പറയുക. ഐ സെൻഡ് എ ലെറ്റർ ബൈ പോസ്റ്റ്, അല്ലെങ്കിൽ ഐ സെൻഡ് എ ലെറ്റർ ബൈ ഇമെയിൽ വഴി ഞാനൊരു ലെറ്റർ അയച്ചു. നമുക്ക് ഇമെയിൽ വഴിയും അയക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഐ സെൻഡ് എ ലെറ്റർ ബൈ ഇമെയിൽ വഴി ഞാനൊരു ലെറ്റർ അയച്ചു. ഇവിടെ സബ്ജക്റ്റ് മാറ്റി വയ്ക്കുക. അതുപോലെ വെർബ്, പല ടെൻസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐ വിൽ സെൻഡ് എ ലെറ്റർ ബൈ പോസ്റ്റ്, ഐ ഹാവ് സെൻഡ് എ ലെറ്റർ ബൈ പോസ്റ്റ്, ഐ ഷുഡ് ഹാവ് സെൻഡ് എ ലെറ്റർ ബൈ പോസ്റ്റ്. ഇവയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ വാചകം നോക്കാം. ഈ വാക്ക് അടുത്ത്. ഹിസ് ഹൗസ്, അവന്റെ വീട്. എവിടെയാണ്? ഈസ് ബൈ ദ റിവർ. അവന്റെ വീട് പുഴയുടെ അടുത്താണ്, അല്ലെങ്കിൽ പുഴയുടെ അരികിലാണ്, പുഴയ്ക്ക് അടുത്താണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അത് ഇംഗ്ലീഷിൽ പറയുന്നത് ബൈ വെച്ചാണ്. എവിടെയാണ് അവന്റെ വീട്? പുഴയുടെ അടുത്താണ്. ഹിസ് ഹൗസ് ഈസ് ബൈ ദ റിവർ. ഈ വാക്കുകൾ വെച്ച് നോക്കാം. ഹിസ് ഹൗസ് ഈസ് ബൈ ദ ലേക്ക്. തടാകം. ലേക്ക് എന്ന് വെച്ചാൽ തടാകം. തടാകത്തിന്റെ അരികിലാണ് അവന്റെ വീട്. ബൈ ദ ലേക്ക് എന്ന് നമ്മൾ പറയും. മറ്റു വാക്കുകളും ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിലെ ഈ കാര്യം പറയാൻ. നമ്മൾ ഇവിടെ കാണുന്നത് ബൈ എന്ന വാക്ക് വെച്ച് പറയുന്നതാണ്. ഹിസ് ഹൗസ് ഈസ് ബൈ ദ സീ. കടലിനടുത്താണ് അവന്റെ വീട്. ഹിസ് ഹൗസ് ഈസ് ബൈ ദ സീ. ഈ രീതിയിലും ബൈ ഉപയോഗിക്കും. അടുത്ത് എന്ന അർത്ഥത്തില്. അടുത്ത ഉപയോഗമാണ് ഓടെ. ഇത് നാം നേരത്തെ കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാകും. തിങ്കളാഴ്ചയോടെ ഞാൻ ജോലി തീർത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള വാചകങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ഐ വിൽ ഹാവ് ഫിനിഷ് ദിസ് വർക്ക് ബൈ മൺഡേ. അങ്ങനെയുള്ള വാചകങ്ങൾ കണ്ടിരുന്നു. അത് തന്നെ ഇവിടെ വീണ്ടും കാണുകയാണ്. ഐ വിൽ ഫിനിഷ് ദ വർക്ക് ബൈ മാർച്ച്. ഐ വിൽ ഫിനിഷ് ദ വർക്ക്. ജോലി ഞാൻ തീർക്കും. ഐ വിൽ ഫിനിഷ്, ഞാൻ തീർക്കും. എപ്പോൾ? ബൈ മാർച്ച്. മാർച്ചോടെ ഞാൻ ജോലി തീർക്കും. മാർച്ചിൽ തീർക്കും എന്ന് പറയുമ്പോൾ ഇൻ മാർച്ച്. ഐ വിൽ ഫിനിഷ് ദ വർക്ക് ഇൻ മാർച്ച് എന്ന് പറയുമ്പോൾ മാർച്ചിൽ ഞാൻ ജോലി തീർക്കും. ബൈ മാർച്ച് എന്ന് പറയുമ്പോൾ മാർച്ചോടെ ഞാൻ ജോലി തീർക്കും. ഓക്കെ, സമയമായിട്ട് മറ്റു വാക്കുകൾ ഉപയോഗിക്കാം. ഐ വിൽ ഫിനിഷ് ദ വർക്ക് ബൈ 6 o'clock. ഐ വിൽ ഫിനിഷ് ദ വർക്ക് ബൈ 6 o'clock. 6 മണിയോടെ ഞാൻ ജോലി തീർക്കും. ഐ വിൽ ഫിനിഷ് ദ വർക്ക് ബൈ മൺഡേ. തിങ്കളാഴ്ചയോടെ ഞാൻ ജോലി തീർക്കും. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെയും സബ്ജക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കാൻ നോക്കുക. ഈ വാചകത്തിൽ അതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ അർത്ഥം കൂടുതൽ നമുക്ക് വ്യക്തമാവുക. ഓക്കെ, നാലാമത്തെ വാചകം നോക്കാം. ഹി കെയിം ബൈ ബസ്. അവൻ ബസ്സിൽ വന്നു. എങ്ങനെയാ വന്നത്? ബൈ ബസ്. ബസ് വഴി വന്നു, അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറില്ല. എങ്ങനെയാ അവൻ വന്നത്? അവൻ ബസ്സിലാണ് വന്നത്. അവൻ ബസ്സിൽ വന്നു. ഹി കെയിം ബൈ ബസ്. നേരത്തെ ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹീസ് ഓൺ ദ ബസ്. അത് അവൻ ബസ്സിലാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഈസ് ഓൺ ദ ട്രെയിൻ അങ്ങനെ പറയുള്ളൂ. അത് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അത് അവൻ എവിടെയാണ് എന്ന് പറയുക. ഓക്കെ, ഈസ് ഓൺ ദ ട്രെയിൻ. അവൻ ട്രെയിനിലാണ്. ഓൺ ദ ട്രെയിൻ എന്നാ പറയുക. ഈസ് ഓൺ ദ ബസ്, ഈസ് ഓൺ ദ പ്ലെയിൻ. ആ രീതിയിൽ കണ്ടിരുന്നു. ഇത് ഇവൻ എങ്ങനെയാ വന്നത്? അപ്പോൾ നമ്മൾ ഓൺ അല്ല, ബൈ. ഹി കെയിം ബൈ ബസ്. അവൻ ബസ്സിലാണ് വന്നത്. ഹി കെയിം ബൈ ട്രെയിൻ. അവൻ ട്രെയിനിലാണ് വന്നത്.
ഹി കെയിം ഇൻ ട്രെയിൻ എന്ന് പറയില്ല, ഹി കെയിം ബൈ ട്രെയിൻ എന്നാ പറയുക. ഹി കെയിം ബൈ കാർ, അവൻ കാറിലാണ് വന്നത്, അല്ലെങ്കിൽ അവൻ കാറിൽ വന്നു. ഹി കെയിം ബൈ ബോട്ട്, അവൻ ബോട്ടിൽ വന്നു. ഹി കെയിം ബൈ പ്ലെയിൻ, അവൻ പ്ലെയിനിൽ വന്നു. ഈ രീതിയിലാണ് നമ്മൾ പറയുക. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകും. സബ്ജക്റ്റ് മാറ്റി വയ്ക്കാം. അതുപോലെ ഹി വെന്റ് ബൈ ബസ്, അവൻ ബസ്സിൽ പോയി, ആ രീതിയിലൊക്കെ പറയാം. ഇന്ന് ബൈ എന്ന വാക്കിന്റെ പ്രധാനപ്പെട്ട 4 ഉപയോഗങ്ങളാണ് നമ്മൾ കണ്ടത്. മറ്റു ഉപയോഗങ്ങളും ബൈക്കുണ്ട്, അത് പിന്നീട് നമുക്ക് കാണാവുന്നതാണ്. വഴി അല്ലെങ്കിൽ മുഖേന, മുഖാന്തിരം, അതൊക്കെ നമുക്ക് പറയാം. അടുത്ത്, അരികിൽ, ആ വാക്കൊക്കെ ഇവിടെ വയ്ക്കാം. അതുപോലെ ഓടെ, 9 മണിയോടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബസ്സിൽ, കാറിൽ, ട്രെയിനിൽ, അതാണ് ഇന്ന് എഴുതിയിരിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ബൈ ഉപയോഗിക്കും. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ ഇതിന്റെ അർത്ഥമൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറില്ല. അപ്പോൾ ആദ്യം മലയാളം, അതിന്റെ ഇംഗ്ലീഷ്. ഈ വാചകം തന്നെ 10 പ്രാവശ്യം മലയാളം ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ്, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. സബ്ജക്റ്റ് മാറ്റി വയ്ക്കുക, നമ്മൾ പഠിച്ച ടെൻസുകളൊക്കെ ഉപയോഗിക്കുക. അതെല്ലാം റിവൈസ് ചെയ്യാനുള്ള സമയം കൂടിയാണിത്. ഓക്കെ, ഇനി വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം, പുതിയ വെർബ്സ് പഠിക്കുക. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണം ഒക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കാൻ നോക്കുക. നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ, നമ്മൾ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു മാർഗമാണത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളിലെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ
ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിൽ 7ാമത്തെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടു. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുന്നത്. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷില് ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിംഗ് ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. bind, bound, bound, find, found, found, grind, ground, ground, wind, wound, wound. അത് ഈ വാക്കുകളുടെ ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇ ഡി എന്നോ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിലേക്ക് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. recognize, recognized, recognized, refuse, refused, refused, regret, regretted, regretted, repair, repaired, repaired, respect, respected, respected, satisfy, satisfied, satisfied, scream, screamed, screamed, share, shared, shared, smoke, smoked, smoked, snore, snored, snored, sin, sinned, sinned, sneeze, sneezed, sneezed, start, started, started, sold, 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 stop, stopped, stopped, suffer, suffered, suffered, suspect, suspected, suspected, talk, talked, talked, tie, tied, tied, thank, thanked, thanked, touch, touched, touched, travel, traveled, traveled, turn, turned, turned, tremble, trembled, trembled, use, used, used. ഈ വെർബുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവ കാണാതെ പഠിക്കുക. അതുപോലെ ചില വെർബുകൾക്കൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലൊക്കെ ചില വെർബുകൾക്ക് ഡബിൾ ഒരു ലെറ്റർ കൂടിയൊക്കെ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെർബുകൾ ഉച്ചാരണവും അർത്ഥമൊക്കെ കാണാതെ പഠിക്കുക. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കാനും കഴിയൂ. ഓക്കെ.